ബേലവേല എത്തിയിട്ട് ബേലവേലയിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഈ മബൂലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൂട്ടൊന്ന് തിരിയണമായിരുന്നു. നേരെ വിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇരുണ്ട് തുടങ്ങിയിട്ടും നമ്മളെ സ്ഥലമെത്തുന്നില്ല. ഇങ്ങനെ ആകെ അങ്ങ് ടെൻഷനായി. അപ്പോഴത്തേക്കും ഈ മഹേഷ് ജിയുടെ ഉള്ളിലിങ്ങനെ രോഷം തിളച്ചിട്ട് മഹേഷ് ജി എന്താ നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന് ചൂടാകും. ഹോട്ട് എയർ നിറഞ്ഞ് ബലൂൺ റെഡിയായി ഞങ്ങളതിനകത്തോട്ട് കയറി ഇതിങ്ങനെ മെല്ലെ ആകാശത്തിലേക്ക് പൊങ്ങുകയാണ്. പെട്ടെന്ന് ഒരു താഴത്തൂടെ ഉണ്ടായിരുന്ന ഒരു ലൈനിൽ പെട്ടെന്ന് തട്ടി. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഷോക്കായിപ്പോയി. കാരണം എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കേപ്പ് ടൗണിൽ നിന്ന് ഞങ്ങൾ നേരെ സൗത്ത് ആഫ്രിക്കൻ എയർലൈൻസിൽ പിറ്റേ ദിവസം ഞങ്ങൾ നേരെ ജോഹന്നാസ്ബർഗിലേക്ക് പോവുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ജോഹന്നാസ്ബർഗിലേക്കുള്ള വിമാനത്തിലോട്ട് കയറുന്നു. വിമാനത്തിൽ കയറി. അപ്പോൾ ആ വിമാനം സൗത്ത് ആഫ്രിക്കൻ എയർലൈൻസിൻ്റെ തന്നെ വിമാനമായിരുന്നു. അപ്പോൾ അതിനകത്ത് ജീവനക്കാരെല്ലാം തന്നെ സൗത്ത് ആഫ്രിക്കക്കാരായ ജീവനക്കാരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ജോഹന്നാസ്ബർഗിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെ മോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആഫ്രിക്കക്കാരനായ ഒരു ഡ്രൈവർ കം ഗൈഡ് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ടൊയോട്ട വണ്ടിയും ഉണ്ടായിരുന്നു. അന്ന് പോകുന്നത് കുറച്ച് ദൂരം വിട്ട്, അതായത് ജോഹന്നാസ്ബർഗിൽ നിന്ന് കുറച്ച് മാറിയിട്ട് മബൂല ഗെയിം ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ലോഡ്ജിലേക്കായിരുന്നു അന്നത്തെ ട്രിപ്പ്. അതായത് അന്ന് അവിടെയാണ് ഞങ്ങളുടെ താമസവും. പിറ്റേ ദിവസം മുതൽ മബൂല ഗെയിം ലോഡ്ജിലായിരുന്നു ഞങ്ങൾക്ക് കാഴ്ചകൾ കാണാനുള്ള അവസരവും. അങ്ങനെ ഈ മോസസ് വണ്ടി ഓടിക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 3-4 മണി ആ ഒരു സമയത്താണ് ഞങ്ങളൊരു യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ യാത്ര പോകുന്നു. മബൂല ഗെയിം ലോഡ്ജിൽ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രക്കിടയിൽ ഒരു സ്ഥലത്തെത്തി. ബേലവേല എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. അത് ഈ ചൂട് നീരുറവ വരുന്ന ഒരു സ്ഥലമാണ് ഈ ബേലവേല. നമുക്കിവിടെ തന്നെ ഈ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും കാണാം ഈ ഗരം പാനി, സൾഫർ പാനി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ തന്നെ ഡെറാഡൂണിലൊക്കെ പോകുമ്പോൾ ഡെറാഡൂണിനടുത്തുള്ള പല സ്ഥലങ്ങളിലും ഇത്തരം ഗരം പാനിയിലും സൾഫർ പാനിയിലൊക്കെ പോയി കുളിച്ചിട്ടുണ്ട്. അവിടെ ത്വക്ക് രോഗികളായ ആൾക്കാർ വന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് മണിക്കൂറുകളോളം കുളിക്കുന്നത് കാണാം. കാരണം വെച്ചാൽ ത്വക്ക് രോഗത്തിനൊരു മരുന്ന് കൂടിയാണ് സൾഫറിൻ്റെ ഈ പാനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൾഫർ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേലവേല അങ്ങനെ ഒരു സ്ഥലമാണ്. ബേലവേല എത്തിയിട്ട് ബേലവേലയിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഈ മബൂലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൂട്ടൊന്ന് തിരിയണമായിരുന്നു. പക്ഷേ ഈ മോസസിന് വഴിതെറ്റി. മോസസ് നേരെ വിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇരുണ്ട് തുടങ്ങിയിട്ടും നമ്മളെ സ്ഥലമെത്തുന്നില്ല. വിചാരിച്ച സമയവും കഴിഞ്ഞു. അതിനേക്കാൾ പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഈ വിചാരിച്ച സ്ഥലത്തെത്തുന്നില്ല. മോസസിനുള്ളിലൊരു ടെൻഷൻ തോന്നി തുടങ്ങി. അപ്പോൾ ഇതിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മഹേഷ് ജി, അദ്ദേഹം ഗുജറാത്തിലൊരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം ഗുജറാത്തിലെ മാധ്യമത്തിലെ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് പുള്ളി. അപ്പോൾ അദ്ദേഹത്തിന് ഇത് മോസസിൻ്റെ ഈ വഴി തെറ്റുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ ടെൻഷൻ. കാരണം പിന്നീട് അങ്ങോട്ട് കാടാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും നിൽക്കുന്നു, എത്തുന്നില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. അപ്പോൾ പുള്ളി ആരോഗ്യം ഫോൺ ചെയ്യുന്നു, പക്ഷേ ചിലപ്പോൾ ഫോൺ കിട്ടുന്നില്ല, കട്ടാവുന്നു. ഇങ്ങനെ ആകെ അങ്ങ് ടെൻഷനായി. പിന്നെ പുള്ളിക്ക് ടെൻഷനായി. അങ്ങനെ കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ നമ്മുടെ ഈ മബൂല ഗെയിം ലോഡ്ജിലെ ആൾക്കാരായിട്ട് ഫോണിൽ സംസാരിക്കാൻ പറ്റിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിച്ച റൂട്ടും വിട്ട് എത്രയോ ദൂരം അകലെ പോയി എന്നുള്ളതും തിരികെ വരണമെന്നുള്ളതും മനസ്സിലാകുന്നത്. അങ്ങനെ വണ്ടി തിരികെ വന്നു. പക്ഷേ തിരികെ വന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ ബേലവേല എത്തുന്ന വീണ്ടും മറ്റെങ്ങോട്ടോ പോയി. മോസസിന് എനിക്ക് തോന്നി ടെൻഷൻ കൊണ്ടാണോ എന്നറിയില്ല. മോസസ് വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ റൂട്ട് ഒന്ന് ക്ലിയർ ആവുന്നില്ല പുള്ളിക്ക്. അങ്ങനെ അവസാനം വീണ്ടും എത്തിയപ്പോൾ വീണ്ടും വരെ വിളിച്ചു. വീണ്ടും അവർ പറഞ്ഞ റൂട്ടിലോട്ട് വീണ്ടും മാറി കയറി. അപ്പോഴത്തേക്കും ഈ മഹേഷ് ജിയുടെ ഉള്ളിലിങ്ങനെ രോഷം തിളച്ചിട്ട് മഹേഷ് ജി എന്താ നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന് ചൂടാകും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സോറി സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ വളരെയധികം വിനയത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മഹേഷ് ജി അതൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹം വളരെ ദേഷ്യം പിടിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഈ പറഞ്ഞ റൂട്ടിൽ അവസാനം എല്ലാം കൂടി രാത്രി ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ 8:30 ആയതോടുകൂടി ഞങ്ങൾ മബൂല ഗെയിം ലോഡ്ജിലെത്തി. റിസപ്ഷൻ കൗണ്ടറിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാനും വേറൊരു മലയാളിയായ ജേർണലിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു, ജയപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ജേർണലിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ആ മാനേജർ പുറത്തേക്ക് വന്നു. കൂടെ റിസപ്ഷനിസ്റ്റായിട്ടുള്ള ഒരു ലേഡിയും പുറത്തേക്ക് വന്നു. അപ്പോൾ അവർ വന്ന് കണ്ടപ്പം ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് പറഞ്ഞു. അവർ ചോദിച്ചാൽ അപ്പോൾ കേരളത്തിലാണ് ഞാനും കേരളത്തിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ ഇതായിട്ട്. അപ്പം കേരളത്തിൽ എവിടെയാണ്? തലശ്ശേരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പയ്യോളിയാണ്. അപ്പോൾ ഞങ്ങളെ നാട് വളരെ അടുത്തു. അപ്പോൾ ഇനി കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബന്ധുക്കളാവോ എന്നുള്ളൊരു അവസ്ഥ വരെ വരുന്ന ഒരു രീതിയിലേക്ക് മാറി. അപ്പം ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം,
എൻ്റെ ഭർത്താവ് ഒരു പഞ്ചാബിയാണ്, അദ്ദേഹവും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പം അവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുകയാണ്. ഞാനിവിടെ റിസപ്ഷനിൽ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളോട് കുറേ സോറി പറഞ്ഞു, ഇങ്ങനെ വഴിതെറ്റിപ്പോയതിനെക്കുറിച്ചും ഒക്കെ സോറി പറഞ്ഞു. ഞങ്ങൾക്ക് റൂം അലോട്ട് ചെയ്ത റൂമുകളൊക്കെ അവർ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ആ കോട്ടേജിൽ ബാഗും എല്ലാം വെച്ച്, അപ്പോൾ അവിടെ രാത്രി പറഞ്ഞ മാതിരി മറ്റേ ആഫ്രിക്കൻ സുന്ദരികളുടെ നൃത്തം ഒക്കെ ഉണ്ട് ആ റിസോർട്ടിലുണ്ട്. തീയൊക്കെ കൂട്ടിയിട്ട് അഗ്നികുണ്ഡത്തിൻ്റെ നടുവിൽ അഗ്നികുണ്ഡം വെച്ചിട്ട് ചുറ്റും ഇതിനുള്ള ഡാൻസും ഒക്കെ ഉണ്ട്. അങ്ങനെ ഡാൻസും ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഫുഡിന് വേണ്ടി നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ ഈ ആദ്യമായിട്ട് സത്യത്തിൽ ഒരു ആഫ്രിക്കൻ ഫുഡ് എന്ന് പറയുന്ന രീതിയിൽ, മറ്റൊന്നുമല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഫുഡ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നിരത്തി വെച്ച് പലതും എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഉണ്ട്, അങ്ങനെ നമുക്ക് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഭക്ഷണ രീതിക്ക് കഴിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റം അവിടെ കണ്ടു. അത് വേറൊന്നുമല്ല, മുതലയിറച്ചിയായിരുന്നു. അപ്പോൾ നമുക്കൊരു ശങ്കയുണ്ട്, കാരണം ആദ്യമായിട്ട് കഴിക്കുകയാണ്. കാരണം മുതലയിറച്ചി കഴിച്ചാൽ എങ്ങനെയുണ്ട്, അത് കഴിക്കാൻ പറ്റുമോ, കഴിച്ചാൽ നമ്മുടെ വയറിന് പിടിക്കുമോ, ഇങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അവിടം വരെ വന്നതല്ല. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കണം. ഒരു സ്റ്റൂ, നമ്മളിവിടെ ഇറച്ചി സ്റ്റൂ വെക്കുന്നത് പോലെ മുതലയുടെ ഇറച്ചി സ്റ്റൂ വെച്ച ഒരു ഐറ്റം. അങ്ങനെ ഞാനത് എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ഒരു മീനും അല്ല ചിക്കനും അല്ലാത്ത ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന എന്തോ ഒരു രുചി പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അങ്ങനെ അതുമൊക്കെ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളുടെ ബർത്ത്ഡേ എന്നായിരുന്നു. അത് ഇവരുടെ നമ്മുടെ ഈ പാസ്പോർട്ടിൻ്റെ ഇതിൽ നിന്നുള്ള ജനന തീയതി നോക്കിയിട്ട് എങ്ങാണ്ട് ഇവർ ഈ ഗെയിം ലോഡ്ജിൻ്റെ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് അവരൊരു ഒരു ബർത്ത്ഡേ ആഘോഷം, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കേക്ക് കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ പേരെഴുതി അതിനകത്ത് ഒരു കേക്ക് മുറിച്ചിട്ട് പെട്ടെന്നൊരു ആഘോഷം. ഇങ്ങനെ ഒരു ആഘോഷത്തിൻ്റെയൊക്കെ ഒരു മൂഡിൽ ഞങ്ങൾ എല്ലാവരും രാത്രി റൂമിലേക്ക് പോയി. പിറ്റേ ദിവസമാണ് നമ്മളുടെ ഈ ഗെയിം ലോഡ്ജിലെ ടൂറ് ആരംഭിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ, അതായത് നമ്മളിപ്പോൾ ഏത് വന്യജീവി സങ്കേതത്തിൽ പോയി കഴിഞ്ഞാലും ഏർലി മോർണിംഗ് പോകണമെന്നാണ്. അതെന്ന് വെച്ചാൽ അപ്പോൾ മൃഗങ്ങളെ കാണാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ മൃഗങ്ങളെ എപ്പോഴും രാവിലെ അവരുടെ ഇതും കിളികൾ ഇതിനെല്ലാം കാണാൻ ഏറ്റവും നല്ലത് രാവിലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു റെഡിയായി. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും നല്ല ഒരു റേഞ്ചർ കം ഗൈഡ്, ഒരു ഐസായ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്കാണ്, ഒരു ഹോളിവുഡിലൊക്കെ ഉള്ളൊരു നടൻ്റെയൊക്കെ ഒരു ലുക്കുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു, ഐസായ. പക്ഷേ ഞാൻ അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സത്യത്തിൽ ഈ പറയുന്ന വന്യമൃഗജീവി സങ്കേതം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്തുള്ള ഒരു കച്ചവട സാധ്യതയും അവരുടെ ഒരു വന്യജീവി സ്നേഹത്തിൻ്റെ ഒരു അർത്ഥമില്ലായ്മയൊക്കെ നമുക്ക് അവിടെ വെച്ച് ബോധ്യമാവുക. കാരണം ഈ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വന്യജീവി സങ്കേതം എന്നതിലുപരി ഒരു വലിയ മൃഗശാലയാണ് സത്യത്തിൽ. അതായത് ഹെക്ടറുകൾ കണക്കിന് കിടക്കുന്ന ഒരു മൃഗശാല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഓരോ സ്ഥലത്തും ഇതിനെ കൃത്യമായിട്ട് വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിംഹത്തിൻ്റെ ഏരിയയിൽ നമ്മൾ വണ്ടി കടക്കുമ്പോൾ ഒരു ഗേറ്റിലേക്ക് നമ്മൾ ആദ്യം കടക്കും, ആ ഗേറ്റ് അടയ്ക്കും, പിന്നെ ഒരു ഗേറ്റ് തുറക്കും, നമ്മൾ അപ്പുറത്തേക്ക് കടത്തും, ഈ ഗേറ്റ് അടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിംഹത്തിന് ഇങ്ങോട്ട് കിടക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. പക്ഷേ സിംഹത്തിന് ആ ഏരിയയിൽ ഇങ്ങനെ വളരെ വിശാലമായിട്ട് അതിൻ്റെ ഒരു സാമ്രാജ്യം പോലെ ജീവിക്കാമെന്നല്ലാതെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരം വലിയൊരു മൃഗശാല മാത്രമാണ് അവിടുത്തെ ഒരു രീതി അനുസരിച്ച്. അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് കൊണ്ടുപോയി. പക്ഷേ ഇവർ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇതിനകത്തൊരു നാടകീയ സ്വഭാവമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കൊണ്ടുപോകും. അതായത് നമ്മളൊരു മൃഗത്തെ കാണാൻ വേണ്ടി അതിൻ്റെ ഒരു ത്രില്ല് അനുഭവിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ സിംഹത്തെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ആ സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കാണിച്ചു തരുന്നു. ആ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇല്ല, ഇത് ഈ വഴിയല്ല പോയത്, ആ വഴിയാണ് പോയത്, അങ്ങനെ തിരിച്ചു വരുന്നു. ഇങ്ങനെ നമ്മളെ ഒരു തരം ഇങ്ങനെ കൊണ്ടുപോയി ഒരു ത്രില്ല് അനുഭവിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടകീയത ഇതിനകത്ത് അവർ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ കൊണ്ടുപോയി അന്ന് ഒരു 10-11 മണി വരെ നമ്മൾ കറങ്ങിയിട്ടും ഒരു സിംഹത്തെ പോലും കണ്ടില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു ഇത് കാണില്ല, അയ്യോ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമുക്കൊരു മൃഗത്തെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഒരു ദാഹം, അല്ലെങ്കിൽ അതിനെ കാണാനുള്ളൊരു ദാഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണെന്ന് തോന്നുന്നു. അങ്ങനെ പോയി അവസാനം നമ്മളിങ്ങനെ കുറേ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്നു, ആ സിംഹം ഇന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ആ റേഞ്ചിലേക്ക് ഉടനെ വണ്ടി അങ്ങോട്ടേക്ക് വിടുന്നു. അങ്ങോട്ട് വിട്ട് അപ്പോഴത്തേക്ക് ഈ പറയുന്ന മാതിരി സിംഹം വേറൊരു മൃഗത്തെ വേട്ടയാടി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺസിംഹമുണ്ട്, ആൺസിംഹമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഇങ്ങനെ അപ്പം നമ്മളോട് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആ വണ്ടി, അതായത് അവർ നമ്മളെ കൊണ്ടുപോകുന്ന ഈ സഫാരി വണ്ടി മൃഗങ്ങൾ മറ്റൊരു മൃഗമായിട്ട് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ആ മൃഗങ്ങൾ ഈ സഫാരി വണ്ടിയിൽ വന്നിട്ട് ചിലപ്പം അതിൻ്റെ ടയറിൽ മൂത്രമൊഴിച്ച് വരെ പോകും. പക്ഷേ
വണ്ടിയിലുള്ളവരെ ആരും ഉപദ്രവിക്കാറില്ല, ഇതുവരെ ഉപദ്രവിച്ച ചരിത്രമില്ല. അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ചിലപ്പോൾ സിംഹത്തിൻ്റെയൊക്കെ സ്വഭാവം മാറും എന്ന് ആദ്യമേ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ സുരക്ഷിതമായ സ്ഥലത്തിരുന്നിട്ട് സിംഹത്തിൻ്റെ വിവിധ ഭാവങ്ങളിങ്ങനെ ക്യാമറയിലൊക്കെ പകർത്തി അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ആനയുള്ളൊരു ഏരിയ പോകുന്നു, ആഫ്രിക്കൻ ആന മേഞ്ഞ് നടക്കുന്നൊരു ഏരിയ. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾക്ക് വളരെ സത്യത്തിൽ ഇവർ പറയുന്ന വന്യജീവി സ്നേഹം എന്ന് പറയുന്നത് എത്രത്തോളം അവിടുത്തെ രീതിയനുസരിച്ച് എത്രത്തോളം ക്രൂരമാണെന്ന് പോലും തോന്നിപ്പോയി. കാരണം ഞാൻ ഐസായ പറഞ്ഞു, ഇവിടെ 1 ഹെക്ടറിൽ ഒരു ആനയെ അനുവദിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ കൂടുതൽ ആനയായി കഴിഞ്ഞാൽ അതിനുള്ള തീറ്റ ഉണ്ടാവില്ല, അതിനുള്ള വെള്ളം ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എണ്ണം നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഇവിടെ മൊത്തത്തിൽ 12 ആനകൾക്കുള്ള സ്ഥലമാണ് ഈ വന്യജീവി സങ്കേതത്തിലുള്ളത്. പക്ഷേ ഇവിടെ 8 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് സ്വാഭാവികമായിട്ടും ഇതിനെ കൂടുതൽ പെറ്റിട്ട് കൂടുതൽ എണ്ണം വരാൻ സാധ്യതയില്ലേ എന്ന് ഐസിഐയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ വന്ധ്യംകരിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ ഇവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തരം ബിസിനസ് മാത്രമാണ് അവിടുത്തെ ഈ വന്യജീവി സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആനയെ കണ്ടു, അതുപോലെ തന്നെ കണ്ടാമൃഗങ്ങളെ കണ്ടു. അവിടുത്തെ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ, അവിടെ ഇതിനകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, കോട്ടേജുകളുണ്ട്, ഇതെല്ലാം നമ്മളെ കാണിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടാണ് അന്നത്തെ രാത്രി നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. അന്ന് രാത്രിയും അതുപോലെ തന്നെ അവിടെ ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് വളരെ ഉല്ലാസഭരിതമായ ഒരു നൃത്തങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു അന്നത്തെ രാത്രിയും അവിടെ അവസാനിച്ചത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ആ മബൂലയിലുള്ള അത്യാവശ്യം കാണാനുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. അവിടത്തെക്കുറിച്ചുള്ള ചരിത്രവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. ഈ പോകുന്ന സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മഹേഷ് ജിയും മോസസും തമ്മിലുള്ള ഒരു പിണക്കം മാറിയിട്ടില്ല. മോസസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇദ്ദേഹത്തെ നോക്കുന്നു, സോറി പറയാനൊക്കെ ശ്രമിക്കുന്നെങ്കിലും മഹേഷ് ജി അനങ്ങുന്നില്ല. മഹേഷ് ജിക്ക് അപ്പോഴും ഒരു ദേഷ്യം തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ വണ്ടി ഞങ്ങളെ നേരെ കൊണ്ടുപോയിട്ട് ഗോൾഡ് റീഫ് സിറ്റി എന്ന് പറയുന്നത് ജോഹന്നാസ്ബർഗ് എന്ന് ഒരു 50 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഗോൾഡ് റീഫ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീം പാർക്കാണ് സത്യത്തിൽ. അവിടെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഒരു വലിയൊരു ഹോട്ടലാണ്, ഒരു ഹോട്ടൽ സമുച്ചയമാണ്. അത് ഹോട്ടൽ മാത്രമല്ല, അതിനകത്തൊരു കാസിനോയും കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ തന്നെ ഒരു അനക്സ് ഉണ്ടായിരുന്നു. ആ അനക്സിലാണ് ഞങ്ങൾക്കുള്ള ഒരു താമസമൊക്കെ ഒരുക്കിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ റൂമിലൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അപ്പോൾ ആ കാസിനോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, എന്താണ് എന്ന് കണ്ടിട്ടില്ല. ഈ കാസിനോയിൽ പോയിട്ട് ഈ ചൂതാടുന്നതൊക്കെ പറ്റിയൊക്കെ ഇങ്ങനെ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ കാസിനോ എന്താണെന്നൊന്നും നമുക്ക് ഒരു പിടിയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് കാസിനോയിലോട്ട് കയറിക്കുന്നു. കാസിനോയിൽ ചേരുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്, ഇവിടെ ഇപ്പോൾ നമ്മുടെ പോക്കറ്റിനടങ്ങുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കുമോ കിട്ടുക, നമ്മുടെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചു മാറ്റുമോ എന്നൊക്കെയുള്ളൊരു ശങ്കയോട് കൂടിയൊക്കെയാണ്, കാരണം പരിചയമില്ലല്ലോ. അങ്ങനെ കടന്ന് കാസിനോയുടെ അകത്തോട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ കിടക്കുന്നു. അത് പക്ഷേ വളരെ കൗതുകം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാസിനോയിലാണ് ആ പോസ്റ്റർ, അതായത് ഒരു ചൂതാട്ട കേന്ദ്രമാണ്, മദ്യപാന കേന്ദ്രമാണ്. അവിടെ ഒരു പോസ്റ്റർ, ആ പോസ്റ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MK ഗാന്ധി പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. പഴയൊരു നിയമത്തിനെതിരെ, അവിടുത്തെ ഒരു കരിനിയമത്തിനെതിരെ ഗാന്ധിജി പ്രസംഗിക്കുന്നു, ഗാന്ധിജിയുടെ പ്രതിഷേധ പ്രസംഗം 3-ാം തീയതി എന്ന് പറയുന്നൊരു പോസ്റ്ററായിരുന്നു അവിടെ. പക്ഷേ കാസിനോയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും അനുവാദമില്ല. ഫോട്ടോ എടുത്താൽ ചിലപ്പം അവിടുത്തെ ഗടാഗടിയന്മാരായ ആൾക്കാർ വന്ന് നമ്മൾ തൂക്കി പുറത്തേക്ക് ഇട്ടേക്കും. പക്ഷേ ഇത് കണ്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാതെ പോരാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ആരും കാണാത്ത രീതിയിൽ ഒരു ഫോട്ടോ ഈ MK ഗാന്ധി പ്രസംഗിക്കുന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തു. അതിനടുത്ത് നമ്മുടെ ഗുജറാത്ത് എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകനായിരുന്ന ലളിതും ഉണ്ടായിരുന്നു. ലളിതിനെ അവിടെ നിർത്തി ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് ആരും കാണാത്ത രീതിയിൽ തന്നെ അത് മേക്കപ്പ് ചെയ്തു. അങ്ങനെ ഫോട്ടോ എടുത്ത് വന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സ്ഥലത്തിരുന്നു. കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഭക്ഷണമൊക്കെ നോക്കിയിട്ട് നമ്മുടെ പോക്കറ്റിനിണങ്ങുന്ന രീതിയിലുള്ള ഭക്ഷണമൊക്കെ പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കിടന്നു. അവിടുത്തെ മറ്റൊരു രീതിയെ കുറിച്ച് കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് വെച്ചാൽ നമുക്ക് വളരെ ഒരു രസകരമായി തോന്നിയൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർഡർ എടുക്കാൻ ആൾ വരുന്നു, സപ്ലൈ ചെയ്യാൻ ആൾ വരുന്നു, എല്ലാവരും വരുന്നുണ്ട്. പെട്ടെന്ന് എവിടെ നിന്നാണ് പൊട്ടി വീഴുന്ന അറിയാത്ത രീതിയിൽ ഒരു ആഫ്രിക്കൻ സംഗീതം. അത് നമ്മളൊരു പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അതിചടുലമായ രീതിയിലുള്ള ഒരു ആഫ്രിക്കൻ താളവാദ്യങ്ങളോടുകൂടി ഒരു സംഗീതം പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്ന് ആ കാസിനോയിലെ മുഴുവൻ ആൾക്കാരെയും ഒന്ന് സ്തബ്ധരാക്കിക്കൊണ്ടുള്ളൊരു സംഗീതമായിട്ട് വന്നു.
സംഗീതം വന്ന ഉടനെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിലുണ്ടായിരുന്ന മറ്റേ സപ്ലൈ ചെയ്യാൻ വന്നിരുന്ന ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡും എല്ലാം അവർ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തുള്ള മേശപ്പുറത്ത് വെച്ചിട്ട് അവരൊക്കെ അങ്ങ് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ ഡാൻസ് അവർ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മളും അറിയാതെ ആ ഇരുന്ന സ്ഥലത്ത് നമ്മൾ എഴുന്നേറ്റ് പോവുകയും നമ്മൾക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല എങ്കിൽ പോലും നമ്മൾ എന്താ ആ ചടുലവാദ്യം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു താളത്തിനനുസരിച്ച് നമ്മളും അങ്ങ് ആടിപ്പോകുന്നു. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ വേറൊരു ലോകത്തെത്തിയ ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കുകയും ആ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ താളവും വാദ്യവും സംഗീതവും എല്ലാം നിലയ്ക്കുകയും ജോലിക്കാരെല്ലാം അവരുടെ ജോലിയിലേക്ക് ഏർപ്പെട്ട് അവർ ഫുഡ് സപ്ലൈ ചെയ്യേണ്ടവൻ ഫുഡ് സപ്ലൈ ചെയ്യാൻ പോകുന്നു, ഓർഡർ എടുക്കാൻ പോകുന്നു. ഈ രീതിയിലേക്ക് അതങ്ങ് മാറിപ്പോവുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചു, കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് സ്പേസിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത്തരം ചില റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മതി, നമ്മുടെ എനർജി മാറും. ഇതൊക്കെ എന്തുകൊണ്ട് നമ്മൾ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലൊന്നും നടപ്പിലാക്കുന്നില്ല? എന്തിനാ നമ്മുടെ വിദ്യാലയങ്ങളിൽ പോലും പറ്റും. വിദ്യാലയങ്ങളിൽ കുട്ടികൾ പഠിച്ച് ഇങ്ങനെ ഇരുന്ന് മുഷിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് മതി. ആ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു മൂഡ് മുഴുവൻ മാറുകയും നമ്മുടെ എനർജി ലെവൽ ഉയരുകയും ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു അത്. അതൊരു എടുത്തു പറയേണ്ട ഒരു അനുഭവമാണ്. ഈ കാസിനോയിലെ അനുഭവങ്ങളൊക്കെ സ്വന്തമാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി റൂമിൽ അന്നത്തെ വിശ്രമത്തിനായിട്ട് റൂമിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നെയാണ് ഞങ്ങളുടെ അടുത്ത, അതായത് ആ ഏരിയയിൽ തന്നെ പിന്നെയും കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് എന്താ പറയുക, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാനാവാത്ത സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു അനുഭവം എന്നുള്ള രീതിയിൽ കിട്ടിയത് സ്വർണ്ണഖനിയിലേക്കുള്ള യാത്രയായിരുന്നു. ആ സ്വർണ്ണഖനി ഏതാണ്ട് 4 കിലോമീറ്ററോളം ആഴത്തിൽ കുഴിച്ച ഒരു സ്വർണ്ണഖനിയാണത്. ആ സ്വർണ്ണഖനിയിൽ അതിനും താഴത്തോട്ട് കുഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് ലാഭകരമല്ലെന്ന് കണ്ടതുകൊണ്ട് മാത്രം നിർത്തിയ ഒരു സ്ഥലം. അതാണ് ഈ ഗോൾഡ് റീഫ് സിറ്റിയാക്കി പിന്നെ ഈ ഒരു തീം പാർക്കാക്കി മാറ്റിയത്. അപ്പോൾ ഇതിനകത്ത് ഈ ഗോൾഡ് മൈനിനകത്ത് ഒരു ഫസ്റ്റ് പോക്കറ്റ് വരെ സഞ്ചാരികളെ കൊണ്ടുപോകും. ലിഫ്റ്റിലാണ് നമ്മളെ താഴോട്ടേക്ക് 1ാമത്തെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുമ്പോൾ ഇതിനിടയിൽ നമ്മൾ എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഖനി പ്രവർത്തിച്ചിരുന്നത്, ആ ഖനിയിൽ ഡോക്ടർമാർ, പിന്നെ ഫസ്റ്റ് എയ്ഡുമായിട്ടിരിക്കുന്ന ആൾക്കാർ, പിന്നെ തൊഴിലാളികൾ എങ്ങനെയായിരുന്നു ഇതിനകത്തോട്ട് ചെയ്തിരുന്നത്, എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെയായിരുന്നു മുകളിലേക്ക് കൊണ്ടുവരുന്നത്, കുഴിച്ചെടുക്കുന്ന സ്വർണം തന്നെ, സ്വർണത്തിൻ്റെ ആ റോ മെറ്റീരിയലുകൾ എങ്ങനെയാണ് മേലോട്ട് കൊണ്ടുവരുന്നത്, അതിനുള്ള റെയിൽ പോലുള്ള പാതകൾ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് സ്വർണ്ണഖനിയിൽ നിന്ന് പിന്നെ നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഈ സ്വർണ്ണഖനിയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണം എങ്ങനെയാണ് സ്വർണ്ണക്കട്ടികളാക്കി മാറ്റുന്നതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് ഉരുക്കി ഒഴിച്ച് അത് വേർതിരിച്ച് ഉരുക്കി ഒഴിച്ച് സ്വർണ്ണമാക്കി മാറ്റി വലിയ ബാറുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റുന്നു. ആ ബാറിൻ്റെ അടുത്ത് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കാം, ഇത് എടുത്തുകൊണ്ട് പോകരുതെന്ന് അവരിങ്ങനെ വേറെ തമാശയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗോൾഡ് റീഫ് സിറ്റിയിൽ നിന്ന് പിന്നെ ഞങ്ങളുടെ അടുത്ത യാത്ര മൊറേപാങ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കായിരുന്നു. മൊറേപാങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നമ്മുടെ മനുഷ്യ കുലത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് ആണ് ആ സ്ഥലത്തെ വിശേഷിപ്പിക്കാൻ പറ്റുക. കാരണം വെച്ചാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലഭ്യമായ ആദ്യ ഫോസിലുകൾ ഈ സ്ഥലത്തു നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. ആ സ്ഥലത്തെ സ്റ്റാർക്ക് ഫൗണ്ടിയൻ എന്ന് പറയുന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലേക്കായിരുന്നു അടുത്ത യാത്ര. ആ ഗുഹയിലാണ് ഈ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ആദ്യ അടയാളങ്ങളായ ഫോസിലുകൾ കണ്ടെത്തിയത്. ഇത് എല്ലാം കണ്ടുകൊണ്ടായിരുന്നു മൊറേപാങ്ങിലൂടെയുള്ള ഒരു യാത്ര. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കി, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ജൈവ ഫോസിലുകളുടെ ചരിത്രവും അതിനെ കണ്ടെത്തിയ ആൾക്കാരുടെ പറ്റിയുള്ള ജീവിതവും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നിട്ട് പിന്നെ നേരെ പോകുന്നത് ഒരു വില്ലേജിലേക്കാണ്. അതായത് മൊറേപാങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ളൊരു വില്ലേജ്. ആ വില്ലേജ് പോലും ഒരു ടൂറിസം ആംഗിളിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ വില്ലേജിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്രിക്കൻ വീടുകൾ എങ്ങനെയായിരുന്നു, ആഫ്രിക്കയുടെ ജീവിത രീതികൾ എന്തായിരുന്നു, അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ പലപ്പോഴും ഈ ആഭിചാരക്രിയകളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം ആഭിചാരക്രിയകൾ, അതുപോലെ തന്നെ വൈദ്യം, ഇതൊക്കെ പണ്ട് കാലം മുതലേ ഗോത്ര തലമുറകൾ പാലിച്ചു പോന്നിരുന്ന ആഭിചാരക്രിയകൾ. അങ്ങനെ ആഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീ അവിടെ ആ രൂപത്തിൽ തന്നെ, അതായത് അവിടെ എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ചെയ്തിരുന്നത് ആ രൂപത്തിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വില്ലേജ് ആണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ ഈ ആഫ്രിക്കൻ ജീവിതങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിന് പുറമെ അവിടെ ഒരു ഓഡിറ്റോറിയം, ഒരു തിയേറ്ററും കൂടെ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൽ ഇവർ വന്നിട്ട് അവരുടെ നൃത്തരൂപങ്ങൾ, അവരുടെ ഗോത്ര നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സെഷനും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഇത്തരം കലാരൂപങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇത്തരം ജീവിത രീതികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്നത്തെ ദിവസത്തെ ഒരു വിശ്രമത്തിന് ശേഷം
പിറ്റേ ദിവസമാണ് ഇതുപോലെ തന്നെ ഒരു ത്രില്ലിംഗ് ആയൊരു അനുഭവമാവും എന്നുള്ള നമ്മൾ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെയുള്ള ഒരു യാത്ര. അത് ബലൂൺ സഫാരി ആയിരുന്നു. ബലൂൺ സഫാരിക്ക് അവിടുത്തെ അതിനടുത്ത് തന്നെ കുറച്ച് മാറിയിട്ടൊരു മാഗ്ലീസ് എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്തുള്ള ഒരു ഓപ്പൺ സ്പേസ്, അതായത് അവർ പറയുന്നത് അനുസരിച്ച് ശരിയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഈ ബലൂൺ സഫാരിക്ക് ഏറ്റവും സുന്ദരവും സേഫുമായൊരു സ്ഥലമാണിതെന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. ആ പറയുന്ന ഇത് നടത്തുന്നത് ബിൽ ഹാരൂപ്പ് എന്ന് പറയുന്ന ഒരു ആളാണ് അത് നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ എല്ലാവരും റെഡിയായി ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങളൊരു വണ്ടിയിൽ അവിടെ എത്തിച്ചു. ഈ ബിൽ ഹാരൂപ്പിൻ്റെ ആ ഒരു ഹോട്ട് എയർ ബലൂൺ സഫാരിയുടെ ഒരു ഏരിയയിൽ എത്തിച്ചു. ഞങ്ങൾ 4 പേര് ഒരെണ്ണത്തിലും വേറെ 4 പേര് വേറൊരു ഹോട്ട് എയറിലുമാണ് കയറുന്നത്. 2 ഹോട്ട് എയറിലായിട്ടാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ അവിടെ ചെന്നു. ഇതിൽ ഹോട്ട് എയർ നിറഞ്ഞ് ബലൂൺ റെഡിയായി. ഞങ്ങളതിനകത്തോട്ട് കയറി. ഇതിങ്ങനെ മെല്ലെ ആകാശത്തിലേക്ക് പൊങ്ങുകയാണ്, ഒരു പട്ടം പോലെ. അത് നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഒരു നേരിട്ട് അനുഭവിച്ചാൽ മാത്രം അറിയാവുന്ന ഒരു അനുഭവമായിരിക്കും. കാരണം വിമാനത്തിൽ പോകുന്ന ഒരു അനുഭവമോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോകുന്ന ഒരു അനുഭവമല്ല. ഇതിങ്ങനെ ഒരു അപ്പൂപ്പൻ താടി പോലെ അല്ലെങ്കിൽ ഒരു തൂവൽ പോലെ നമ്മളിങ്ങനെ മെല്ലെ ഉയർന്നു പൊങ്ങുന്നു. അങ്ങനെ അതിങ്ങനെ പോയി. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ അതിന് താഴത്തുള്ള പർവ്വതങ്ങൾ കാണുന്നുണ്ട്, അതിൻ്റെ സൈക്കിൾ റൈഡിങ് നടത്തുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഹോട്ട് എയർ ബലൂൺ പെട്ടെന്ന് ഒരു താഴത്തൂടെ ഉണ്ടായിരുന്ന ഒരു ലൈനിൽ പെട്ടെന്ന് തട്ടി. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഷോക്കായിപ്പോയി. കാരണം എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷേ ബിൽ ഹാരൂപ്പ് വളരെ കൂളാണ്. ഞാനിത് എത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിലാണ് ബിൽ ഹാരൂപ്പ് പെട്ടെന്ന് തന്നെ എങ്ങനെയോ നിയന്ത്രിച്ചിട്ട് അതിനെ വീണ്ടും ഒന്ന് പൊക്കി വീണ്ടും ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ നമുക്കത് ചില ഒരു മരങ്ങളുടെ ഒരു ചില്ലയിൽ ഇത് ചെറുതായി തട്ടി എല്ലാവരും ഒന്ന് ഒലഞ്ഞു. ആ സമയത്തൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊരു പേടി, ഇതിങ്ങനെ ഒലഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുമോ. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അവർ നേരത്തെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ പോകുന്നതിന് മുമ്പ് നമ്മളെ അടുത്ത് എഴുതി ഒപ്പിടിക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും നമ്മളാണ് ഉത്തരവാദി എന്നുള്ള ഒരു ലെറ്ററൊക്കെ നമ്മളോട് എഴുതി മേടിക്കുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ മെല്ലെ ആ ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ പോയിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരു വിശാലമായൊരു മൈതാനത്തിൻ്റെ നടുവിലേക്ക് മെല്ലെ ഇറങ്ങുമ്പോൾ അവിടെയും ഇവരുടെ ടീം, ബിൽ ഹാരൂപ്പിൻ്റെ ടീം വണ്ടിയായിട്ട് അവിടെ കാത്തിരിപ്പുണ്ട്. അവരുടെയും കൂടെ സഹായത്തോടു കൂടി ഇത് താഴോട്ടിറങ്ങിയിട്ട് ഞങ്ങളെല്ലാം അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴും എല്ലാ യാത്രകൾ വിജയിച്ചു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഈ ഷാമ്പെയിൻ പൊട്ടിക്കുന്ന ഒരു വിനോദം കൂടെ ഉണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഷാമ്പെയിൻ പൊട്ടിച്ച് അവിടെ നിന്ന് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ആ യാത്ര അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ യാത്രയുടെ എന്താ പറയുക തീർന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ജോഹന്നാസ്ബർഗ് എയർപോർട്ടിലെത്തിക്കും. അവിടുന്ന് പിന്നീട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നുള്ളതാണ് പിന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മഹേഷ് ജിയും മോസസുമായിട്ടുള്ള ഒരു പിണക്കം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവർ മഹേഷ് ജിയുടെ അടുത്ത് മോസസ് എപ്പോഴും ചെല്ലുമ്പോഴും മഹേഷ് ജി മുഖം തിരിക്കുകയോ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതായിരുന്നു. അത് മോസസിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സാർ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവരുടെ ആ ടൊയോട്ട വണ്ടിയിൽ കയറിയിട്ട് ജോഹന്നാസ്ബർഗ് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന, അതായത് ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ വല്ലപ്പോഴും കഴിക്കണമെന്ന് കരുതിയിരുന്ന ചില സ്നാക്സ്, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കപ്പലണ്ടി, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ പൊട്ടിക്കാത്ത പാക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മോസസിന് കൊടുത്തു. മോസസിനോട് പറഞ്ഞത് വീട്ടിൽ കൊടുക്കണം, ഞങ്ങളുടെ സ്നേഹം വീട്ടുകാരോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു, മഹേഷ് ജി ഒന്ന് സംസാരിച്ചില്ലല്ലോ, ഒന്ന് കൈ കൊടുത്തില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഹേഷ് ജി ഓടി വന്ന് മോസസിന് കൈ കൊടുത്തു, ചിരിച്ചു. സത്യത്തിൽ മോസസിൻ്റെ കണ്ണുകളങ്ങ് നിറഞ്ഞുപോയി. ഒരു നിമിഷം കൊണ്ട് മഹേഷ് ജി മോസസിനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. കെട്ടിപ്പിടിച്ചോടുകൂടി അവിടെ ഒരു വലിയൊരു മഞ്ഞുരുകി അത് ഞങ്ങളിലേക്ക്, യാത്രക്കാരിലേക്കും എല്ലാം അങ്ങനെ പടർന്ന ഒരു അനുഭവമായിരുന്നു. ആ അനുഭവത്തോടു കൂടി ആണ് ഞങ്ങളുടെ തുടർന്നുള്ള എമിറേറ്റ്സിലുള്ള വിമാനയാത്ര. തിരിച്ചും ഇതുപോലെ തന്നെ ദുബായ് ടു മുംബൈ ടു കൊച്ചി. അപ്പോൾ ഈ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും ഈ യാത്രയെക്കുറിച്ചൊക്കെ വീണ്ടും ആലോചിക്കുകയല്ലോ. കാരണം എന്താണ് നമുക്ക് ഈ യാത്ര തന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ തന്നെ യാത്രയുടെ ഏതാണ്ടൊരു സത്ത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലുപരി നമ്മൾ ഓരോരുത്തരും കാണേണ്ടുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണേണ്ടുന്നൊരു സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക മാത്രമല്ല, ആഫ്രിക്കൻ വൻകരയിലുള്ള ഒരുവിധ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണേണ്ടതും അവിടുത്തെ ജീവിതത്തെ അടുത്തറിയേണ്ടതുമാണ്. കാരണം ഈ പറയുന്ന നമ്മുടെ ധാരണകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട്, കേരളത്തിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോകാത്ത ഒരു സഞ്ചാരി, ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ച, അല്ലെങ്കിൽ ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെ പഠിച്ച ഒരു ആഫ്രിക്കയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകുകയും അവിടുത്തെ നാടിനെ കാണുകയും അവിടുത്തെ സംസ്കാരത്തെ അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ധാരണകൾ മാറുന്നു,
അല്ലെങ്കിൽ നമുക്കും ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവരിലെല്ലാം ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ള ഒരു സത്യം കൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ് എല്ലാ യാത്രകളും നമുക്ക് തരുന്ന ഒരു പാഠം. അതുകൊണ്ട് ഇത്തരം യാത്രകൾ നിങ്ങൾക്കും അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.